വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ്സ് ഫോർ അത്തീറോസ്ക്ലീറോസിസ് ആൻഡ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ CHF ആണ്. സോ എന്താണ് അത്തീറോസ്ക്ലീറോസിസ്, എന്താണ് CHF നോക്കാം. സോ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, സോ ഹാർട്ട് എന്തോ ഫെയിലിയർ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഡാമേജ് ആവുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ. പക്ഷെ അത്തീറോസ്ക്ലീറോസിസ് എന്താണ്? അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഇയർ ഒക്കെ നിങ്ങൾ പഠിച്ച് വന്നിട്ടുണ്ടാവും എന്താണ് അത്തീറോസ്ക്ലീറോസിസ് എന്ന്. ഞാൻ പറഞ്ഞു തരാം കേട്ടോ. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അത്തീറോസ്ക്ലീറോസിസ് അറിയാനായിട്ട് പോകുന്നേ. സോ അത്തീറോസ്ക്ലീറോസിസ് എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസ് ക്യാരിങ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ ഫ്രം ഹാർട്ട് ബിക്കം തിക്കൻ ആൻഡ് സ്റ്റിഫ്, സംടൈം റെസ്ട്രിക്റ്റിംഗ് ബ്ലഡ് ഫ്ലോ ടു ഓർഗൻ ആൻഡ് ടിഷ്യൂ. അതായത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ബ്ലഡ് വെസലാണ്, ഇവിടെ നിന്നാണ് നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് പോകുന്നത്. ഇതാണ് എൻ്റെ ഹാർട്ട് കേട്ടോ. സോ ബ്ലഡ് പോവാണ്. അപ്പോൾ ഈ ബ്ലഡ് പോകാനായിട്ട് ഒരു തടസ്സം വരും. ആ തടസ്സം വരുമ്പോൾ എന്ത് ചെയ്യില്ല, ബ്ലഡ് മര്യാദയ്ക്ക് പോവില്ല. ഇത് തന്നെയാണ് അത്തീറോസ്ക്ലീറോസിസ്. സോ പ്ലാക്ക് ഫോർമേഷൻ. സോ ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഫാറ്റ് പോലെ ഒരു ഫാറ്റി സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ കൊളസ്ട്രോൾ സബ്സ്റ്റൻസ് ഫോം ചെയ്ത് പ്ലാക്ക് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഈ പ്ലാക്ക് എന്ത് ചെയ്യില്ല, ബ്ലഡ് പോകാനായിട്ട് സമ്മതിക്കില്ല, അവിടെ തടസ്സം ഉണ്ടാക്കി വെക്കും. ഇതിനെയാണ് നമ്മൾ അത്തീറോസ്ക്ലീറോസിസ് പറയുക. സോ കൂടുതലും ഈ ബീഫ്, പോക്ക് അങ്ങനെയൊക്കെ കഴിക്കില്ല, അങ്ങനെയുള്ള ആൾക്കാരിലാണ് കാണുക. വെജിറ്റബിൾ ഡയറ്റ് എടുക്കുന്ന ആൾക്കാരിൽ അധികം കാണാറില്ല. സോ സിംറ്റംസ് ആണ് നെഞ്ചുവേദന ഉണ്ടായിരിക്കും, അത് ഹാർട്ടിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് തോന്നും. പിന്നെ ലിംബൊക്കെ വീക്ക്നെസ് വരും, ഹൈപ്പർ ടെൻഷൻ വരും, കിഡ്നി ഇഷ്യൂസൊക്കെ നമുക്ക് നോർമലി അത്തീറോസ്ക്ലീറോസിൻ്റെ സിംറ്റംസ് ആണ്. സോ നമ്മൾ കൊടുക്കുന്ന കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഓൾറെഡി നിങ്ങൾക്ക് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് അറിയാം. എന്താണ് ബ്ലോക്ക് കാൽഷ്യം ചാനൽ ഇൻ മയോകാർഡിയത്തിലുള്ള കാൽഷ്യം ചാനൽ ബ്ലോക്ക് ചെയ്യുകയും കോൺട്രാക്റ്റിലിറ്റി കുറക്കുകയാണ് ചെയ്യുക. സോ ടൈപ്സ് ഫിനൈൽ ആൽക്കൈൽ അമൈൻസ്, ബെൻസോതൈസപ്പീൻസ് ആൻഡ് ഡൈഹൈഡ്രോ പിരഡീൻസ് ആണ്. സോ ഓൾറെഡി നിങ്ങൾക്ക് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിന് ഡ്രഗ്സുകൾ അറിയാം, അത് നിങ്ങൾക്ക് ധൈര്യമായി ഇവിടെ എഴുതാം. സോ ഇവിടെ BP കുറച്ചുകൊണ്ട് ഹാർട്ടിൻ്റെ ലോഡ് കുറയ്ക്കുകയാണ് ചെയ്യുക. സോ ബേസിക്കലി ഇതൊരു സർജിക്കൽ റിമൂവൽ ആണ്. ആ പ്ലാക്ക് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ സർജിക്കൽ റിമൂവൽ ചെയ്യണം. എന്നാൽ തന്നെയും മെഡിസിൻ കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ ലോഡ് കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ കാൽഷ്യം ചാനൽ ഡ്രഗ്സ് കൊടുക്കും. സോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ വാസോഡൈലേറ്റേഴ്സ് മീൻസ് എന്താണ്, നമുക്ക് ഓൾറെഡി അറിയാം ഇത് നാരോ ആയിരിക്കുക അല്ലെ, ഇങ്ങനെ പ്ലാക്ക് ഫോം ചെയ്ത് നാരോ ആയിരിക്കുക. അപ്പോൾ ഇതിനെന്ത് വികസിപ്പിക്കുവാണെങ്കിൽ തന്നെ എന്ത് സംഭവിക്കും, ഇത് അപ്പുറം ഇപ്പുറം ആണെങ്കിലും ബ്ലഡ് കറക്റ്റ് വരും അല്ലേ. അപ്പോൾ വാസോ ഡൈലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ബ്ലഡ് പ്രഷർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാനായിട്ട് പറ്റും. സോ സോഡിയം നൈട്രോപ്രോസൈഡ് ഒക്കെയാണ് എക്സാമ്പിൾ. മിനോക്സിഡിലുണ്ട്, ഡയോക്സൈഡ് ഉണ്ട്. സോ ഇത് നമ്മൾ ബ്ലഡ് വെസൽ വൈഡൻ ആകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. സോ സിമ്പിളാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡയൂററ്റിക്സ് ആണ്. ഓൾറെഡി നമ്മൾ ഡയൂററ്റിക്സ് പഠിച്ചു, സോ ഞാനത് പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഓൾറെഡി ഡ്രഗ്സുകളെ പറ്റി അറിയാം. സോ AC ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാം അല്ലെ, ആൻജിയോടെൻസിൻ കൺവേർട്ടിങ് എൻസൈംസിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഹൈപ്പർ ടെൻഷന് പഠിച്ചതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത് CVS എല്ലാം എളുപ്പമാണ് പഠിക്കാൻ, ഏതെങ്കിലും ഒരെണ്ണം മാത്രം പഠിച്ചാൽ ഫർദർ നമുക്ക് പഠിക്കാൻ പറ്റും. സോ അത് ഞാൻ എക്സാമ്പിൾസ് പറയുന്നില്ല. സോ ആൽഫ ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. സോ ബീറ്റ ബ്ലോക്ക് നിങ്ങൾക്ക് അറിയാം എല്ലാം ലോളിൽ അവസാനിക്കുമോ ഞാൻ പറഞ്ഞു. സോ വേറെ യൂസുകളും അറിയാം. പിന്നെ ആൽഫ ബ്ലോക്കേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ല. സോ ഫസ്റ്റ് വൺ ഇസ് പ്രസോസിൻ ആണ്. ഫസ്റ്റ് ലൈൻ ഹൈപ്പർ ടെൻഷന് കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് പ്രസോസിൻ. പിന്നെ ഡോക്സാസോസിൻ ഉണ്ട്. സോ ആൽഫ ബ്ലോക്കർ ആണ്, നമ്മൾ വൺസ് ഡെയിലി ആണ് ഡ്രഗ് കൊടുക്കുക. ആൻഡ് ഫിനോക്സി ബെൻസാമൈൻ ഉണ്ട്. സോ സ്പെഷ്യൽ കേസിൽ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ കേട്ടോ. ഫിനോക്രോമോസൈറ്റോമ പോലുള്ള കണ്ടീഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫിനോക്സി ബെൻസാമൈൻ കൊടുക്കത്തുള്ളൂ. സോ എക്സ്ട്രാ ആൽഫ ബ്ലോക്കേഴ്സ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ട്. ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ സെൻട്രലി സിമ്പത്തറ്റിക് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. മീഥൈൽ ഡോപ്പയാണ് ഫസ്റ്റ് ഡ്രഗ്. സോ മീഥൈൽ ഡോപ്പ CNSൽ ആക്ട് ചെയ്യുകയും BP കുറയ്ക്കുകയും ചെയ്യും. ഒന്നും കൂടെ പറയാം, സിമ്പത്തറ്റിക് ഇൻഹിബിറ്റേഴ്സ് ആണ് കേട്ടോ. സെൻട്രൽ സിമ്പത്തലൈറ്റിക് ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് മീഥൈൽ ഡോപ്പയാണ്, CNSൽ അഫക്റ്റ് ചെയ്തുകൊണ്ട് BP കുറക്കുവാണ് ചെയ്യുക. രണ്ട് റിസർപ്പിനാണ്. സോ റിസർപ്പിനാണ് നോക്കുന്നത്. സോ റിസർപ്പിന് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ നോറെപ്പിനെഫ്രിൻ ഇല്ല, അതിനെ കുറക്കുവാണ് ചെയ്യുക, അതിനെ BP കുറക്കുന്നു. സോ നെക്സ്റ്റ് ഈസ് ക്ലോണിഡ് ആണ്. സോ സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോനെ കുറച്ചുകൊണ്ട് BP കുറയ്ക്കുന്നു. സോ ഒന്നും കൂടെ പറയാം, മീഥൈൽ ഡോപ്പ CNSൽ ആക്ട് ചെയ്യുന്നു, BP കുറയ്ക്കുന്നു. റിസർപ്പിനാണെങ്കിൽ നോറെപ്പിനെഫ്രിൻ സ്റ്റോസിനെ കുറയ്ക്കുന്നു ആൻഡ് ലോവർ ദ ബ്ലഡ് പ്രഷർ. നെക്സ്റ്റ് വൺ ക്ലോൺഡ് ആണ്. എന്താണ്, സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ ബ്രെയിനിൽ കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, BP കുറക്കുവാണ് ചെയ്യുക. സോ ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, നമ്മൾ ഓൾറെഡി 2-3 ഡ്രഗ്സുകൾ പഠിച്ചു. സോ നമുക്ക് എക്സാമിന് മിക്കവാറും 2 ഡ്രഗ്സ് ഒക്കെ എഴുതിയാൽ മതിയായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് വൺ CHF ആണ്. സോ നമ്മൾ CHF വെച്ച് എന്താണ്, അബ്നോർമൽ ആയിട്ടൊരു കണ്ടീഷനാണ്. നമ്മുടെ ഹാർട്ടിന് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബ്ലഡ് നമ്മുടെ ഓർഗനിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുക, CHF എന്ന് പറയുക. സോ അത് ഓക്സിജൻ ഡിമാൻഡ് ഉണ്ടാവുന്നതും എന്താണ്, CHF തന്നെയാണ് എന്നുള്ളതാണ്.
സോ ടൈപ്പ് ഓഫ് ഹാർട്ട് ഫെയിലിയേഴ്സ് ആണ്. ലെഫ്റ്റ് സൈഡ് ഫെയിലിയർ ഉണ്ടാവാറുണ്ട്. സോ കോമൺലി ഉണ്ടാവുന്നതാണ് ലെഫ്റ്റ് സൈഡ് ഫെയിലിയർ. സോ ലങ്സിലേക്ക് ബ്ലഡ് എത്തുന്നില്ലെങ്കിൽ അത് ലെഫ്റ്റ് സൈഡ് ഫെയിലിയർ എന്നും. പിന്നെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലെഗ്, ഫീറ്റ്, നമ്മുടെ ഓർഗൻസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബോഡിയിലേക്ക് ബ്ലഡ് എത്തുന്നതിനുള്ള റൈറ്റ് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സിസ്റ്റോളിക് ഫെയിലിയേഴ്സിൽ വെൻട്രിക്കിൾസിന് കറക്റ്റ് പ്രോപ്പർലി പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അർത്ഥം. സോ ഇത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ഒത്തിരി പാത്തോഫിസിയോളജി ആണ്. സോ ലെഫ്റ്റ് ആണെങ്കിൽ എവിടെയാണ് പോവുക, ലങ്സ് അല്ലേ പോവുക. ആൻഡ് റൈറ്റ് ആണെങ്കിൽ എവിടെയാണ് പോവുക, നമ്മുടെ കാല്, മുട്ട്, ചിരട്ട എന്നൊക്കെ പറയില്ല, ആ പരിപാടിയിലേക്ക് പോകും. സിസ്റ്റോളിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലെഫ്റ്റ് വെൻട്രിക്കിളിന് കറക്റ്റ് കോൺട്രാക്ട് ചെയ്യാൻ പറ്റാണ്ട് കറക്റ്റായിട്ട് പമ്പ് ചെയ്യുന്നില്ല, ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, മനസ്സിലാക്കി മാത്രം വെച്ചിരുന്നാൽ മതി. സോ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹാർട്ട് ഫെയിലിയർ ആണ്. സോ ബേസിക്കലി ടാക്കിക്കാർഡിയ ഉണ്ടാവാറുണ്ട്, എഡിമ, നീരുണ്ടാവും, റെസ്പിറേറ്ററി ഇഷ്യൂ ഉണ്ടാവും. ആൻഡ് തേർഡ് ഹാർട്ട് സൗണ്ട്, നമുക്കൊരു അബ്നോർമൽ ആയിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല, ലബ്ഡബ് അല്ലാതെ ഒരു സൗണ്ടും കൂടെ കേൾക്കാൻ പറ്റും. സോ ഇതിനും ഡ്രഗ്സുകളെല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസം. നമ്മൾ പഠിച്ച എല്ലാ ഡ്രഗ്സും ഈ CHF-നും സെയിം ആണ്, അതീറോസ്ക്ലെറോസിനും സെയിം ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പറയുന്നത്, ഹൈപ്പർ ടെൻഷൻ പഠിക്കുന്ന ഒരാൾക്ക്, പ്രോപ്പറായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് എല്ലാം 3 നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഒന്നുമില്ല, എല്ലാം പഠിച്ചതാ, ഒന്നും പഠിക്കാത്ത ഇടമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് വായിക്കുക, ഏതെങ്കിലും ഒന്ന് ഹൈപ്പർ ടെൻഷൻ നന്നായിട്ട് പഠിക്കുക, ബാക്കി നമുക്ക് സെറ്റായിട്ട് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.